CPM നെടുങ്കണ്ടം ഏരിയ സമ്മേളനം നടക്കാനിരിക്കെ ലോക്കൽ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധവും കെട്ടിച്ചമച്ചതുമാണെന്ന് നേതാക്കൾ. ലോക്കൽ സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ സമ്മേളനങ്ങളിൽ വിഭാഗീയത ഉണ്ടെന്ന തരത്തിലാണ് പ്രചരണങ്ങൾ ഉയരുന്നത്. ഡിസംബർ 11-12 തീയതികളിൽ തൂക്കുപാലത്താണ് CPM നെടുങ്കണ്ടം ഏരിയ സമ്മേളനം നടക്കുക. CPM നെടുങ്കണ്ടം ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ലോക്കൽ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചാരണങ്ങൾ വാസ്തവവിരുദ്ധവും കെട്ടിച്ചമച്ചതുമാണെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ 10 ലോക്കൽ കമ്മിറ്റികളും സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ലോക്കൽ സമ്മേളനങ്ങളിൽ വിഭാഗീയത ഉണ്ടായതായുള്ള പ്രചരണങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നത്. ഇത് തികച്ചും തെറ്റാണ്. സമ്മേളനങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലാകെ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗമായി ഇവിടെ നടന്ന ചിട്ടയായി നടന്ന 10 സമ്മേളനങ്ങൾ, ആ 10 സമ്മേളനങ്ങൾ ഒരു വിഭാഗീയതയോ മറ്റൊന്നും ഇല്ലാതെ ഒറ്റക്കെട്ടായി പോകുന്ന പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി വ്യാജമായ കഥകൾ പ്രചരിപ്പിക്കുന്നു. സംഘടനാപരമായും ജനാധിപത്യപരവുമായ രീതിയിലാണ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചത്. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക പാർട്ടി CPM ആണെന്നും കുപ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇത്രയേറെ ജനാധിപത്യം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വേറൊരു പാർട്ടിയിലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം KPCC പ്രസിഡന്റിനെ AICC പ്രസിഡന്റ് നൂലെ കെട്ടി ഇറക്കുകയാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നൂലെ കെട്ടി ഇറക്കുകയാണ്. CPMൻ്റെതല്ല. 156 ബ്രാഞ്ച് സമ്മേളനങ്ങളും 10 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് ലോക്കൽ കമ്മിറ്റികളെയും 150 ഏരിയ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. പാർട്ടി നെടുങ്കണ്ടം ഏരിയ സമ്മേളനം ഡിസംബർ 11-12 തീയതികളിൽ തൂക്കുപാലത്താണ് നടക്കുന്നത്. പ്രതിനിധി സമ്മേളനം, പ്രകടനം, പൊതുസമ്മേളനം എന്നിവയാണ് പരിപാടികൾ. പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം MM മണിയും പൊതുസമ്മേളനം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും ഉദ്ഘാടനം ചെയ്യുമെന്ന് നെടുങ്കണ്ടം ഏരിയ സെക്രട്ടറി VC അനിൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PN വിജയൻ, രമേശ് കൃഷ്ണൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.